നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ചിലർ മൗനവ്രതം അനുഷ്ഠിച്ച് ആർക്കാ ഗുണം? ആ കുടുംബത്തുള്ളവർക്ക് ഗുണം ഇല്ലേ, ആ ദേശത്തുള്ളവർക്ക് ഗുണം, ആ നാട്ടിലുള്ളവർക്ക് ഗുണം. എന്താ കാരണം? മുമ്പ് മിണ്ടില്ലല്ലോ. ശരിയല്ലേ? ഇത് അതല്ല പറഞ്ഞത്. ഇദ്ദേഹം ഈ മൗനങ്ങളൊക്കെയാണ് നന്മയും തിന്മയൊക്കെ ഉണ്ടാവാൻ. നല്ലതുണ്ടാവാനും വർത്തമാനം, നല്ല വർത്തമാനം പറയുമ്പോൾ നന്മ ഉണ്ടാവും. ചീത്ത വർത്തമാനം പറഞ്ഞാലോ ചീത്തത്തുണ്ടായതല്ലേ ഉള്ളില്ലേ. അപ്പോൾ പറഞ്ഞതിൻ്റെ അദ്ദേഹം ഒന്നും മിണ്ടിയിൽ, എന്തും മിണ്ടാന്. അങ്ങനെ അകത്തിരിക്കുന്ന ഈശ്വര സ്വരൂപത്തിൽ മാത്രം ഉറപ്പിച്ച കേമായിട്ട് തപസ് ചെയ്തു. ആരും അല്ലാത്ത ജാതി ഉറപ്പാട്ടു. വായുഭക്ഷ ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, എന്ത് മാത്രമേ ഉള്ളൂ? ഒറ്റ ഉറപ്പ്. കാമം വരുന്നുണ്ടോ? പല ജാതി മട്ടിൽ നോക്കേണ്ട ദേവന്മാർ. ക്രോധമുണ്ടോ? അതുമില്ല. വല്ലാത്ത ജാതി തപസ് ഇങ്ങോട്ട് കഠിനമായിട്ട് വന്ന സമയത്ത് ഒന്നും പറയേണ്ട. പൂർണ്ണേ വരിഷസഹസ്രേതു. അങ്ങനെ 1000 കൊല്ലം കഴിഞ്ഞപ്പം കാഷ്ഠഭൂതം മഹാമുനി. കാഷ്ഠഭൂതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടോ, മഹർഷി വിറകിൻ്റെ കൊള്ളി പോലെയായിന്ന്. വിറകിൻ്റെ കൊള്ളി ചർച്ച എന്താ? ഉണങ്ങിയിട്ടേ ശരീരത്തിൻ്റെ ആ രക്തമാംസാംശങ്ങളൊക്കെ പോയിട്ട് കരിഞ്ഞുണങ്ങിയ മാതിരി. ഒന്നുമില്ല, കഴിക്കണമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടോ, ഈ ഏത് തരത്തിൽ പരീക്ഷിച്ചിട്ട് മനക്കല്ലാത്ത മട്ടിൽ ശാന്തമായ ഭാവത്തിൽ കാമത്തിനെയും ക്രോധത്തിനെയും ജയിച്ച ആര് മറികടന്നു? മഹർഷി. എന്തൊക്കെ? ബഹുഭേ കാരണൈർദേവ വിശ്വാമിത്രോ മഹാമുനി ലോഹിത ക്രോധിതശ്ചൈവ തപസാചാഭിവർദ്ധത. എന്ത് ചെയ്ത് പ്രേരിപ്പിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ തപസ് വർദ്ധിച്ചു എന്നല്ലാതെ എന്ത് വർദ്ധിച്ചില്ല? കോപവും കാമൊന്നും വർദ്ധിച്ചതേ ഇല്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ തപസ് 3 ലോകത്തിന് നശിപ്പിക്കുമോ എന്നൊരു തപസ്, ഒരു സംശയം. എന്താ കാരണം? കഠിനായ തപസ്സാണേ. വിനാശൈതി ത്രൈലോക്യം തപസാ ചരാചരങ്ങളിൽ ലോകത്തിനും ചിലപ്പോൾ ഈ തപസ് എന്ത് ചെയ്തു എന്ന് വരും? നശിപ്പിച്ചു എന്ന് വരും. അപ്പോഴാണ് എന്താ ഉണ്ടായെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ജ്വാല കൊണ്ട് ലോകം അങ്ങനെ ചുട്ട് പഴുത്തിരിക്കുന്ന സമയത്ത് വിശ്വാമിത്രം മഹാത്മാനം മധുരം വാക്യമബ്രവീൽ. ബ്രഹ്മാവ് ദേവന്മാരെയൊക്കെ കൂട്ടി മുമ്പിലേക്ക് വന്നിട്ട് വിശ്വാമിത്ര മഹർഷിയോട് എന്ത് ചെയ്തു? മധുരം വാക്യമബ്രവീത്. വളരെ മധുരമായ രീതിയിൽ ആ ഒരു വർത്തമാനം കണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? പറയും, ബ്രഹ്മർഷേ സ്വാഗതം തേ തപസാസ്മ സുതോഷിതാഹ. എന്താ വിളിച്ചത്? ബ്രഹ്മർഷേ. ബ്രഹ്മർഷി ചർച്ച എന്താ? ബ്രാഹ്മണശ്ച അസൗ ഋഷിശ്ച. ബ്രാഹ്മണനും ആണ് ഋഷിയും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുള്ളൂ? വെറും ഋഷിയാണെങ്കിൽ ഋഷി എന്നേ ഉള്ളൂ, വെറും ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ എന്നേ ഉള്ളൂ. ബ്രാഹ്മണനും ആണ് അദ്ദേഹം, ഋഷിയും കൂടി ആവുമ്പം ബ്രഹ്മർഷി. വലിയ യോഗ്യതയായി പോയി. ബ്രഹ്മർഷേ സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ കൊടുത്തു. ആരുടെ വായോണ്ടാ വിളിച്ചത്? ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ വായോണ്ട് വിളിക്കുകയാണ്. ബ്രഹ്മർഷേ അങ്ങേതാ സ്വാഗതം ദേസ്തു. ബ്രഹ്മർഷേ അങ്ങേ ഞാൻ എന്താ സ്വാഗതം ചെയ്യണേ. ബ്രഹ്മണ്യം ഒക്കെ ബ്രഹ്മണ്യം തപസോഗ്രേണ പ്രാപ്തവാനസി കൗശിക. പലശലായ തപസ്സുകൊണ്ട് ബ്രാഹ്മണനായി തീർന്ന ആളാണ് അങ്ങ്. അതുകൊണ്ട് ദീർഘമായുശ്ചതേ ബ്രഹ്മൻ ദദാമി. അങ്ങക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. എന്താ കാരണം? ആയുസ് കുറേ തീർത്തതാണ്. അപ്പം എന്ത് കാര്യത്തിന്? ഈ കഠിന പ്രയത്നത്തിന്. അതുകൊണ്ട് അങ്ങ് ബ്രാഹ്മണനാണ്, ആയുസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചിട്ട് ചോദിച്ചു, അങ്ങക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചു. ആരോട്? ഈ വിശ്വാമിത്രരോട്. വിശ്വാമിത്രയ്ക്കൊപ്പം ബ്രാഹ്മണത്വം കിട്ടി, ഋഷിത്വമൊക്കെ കിട്ടി. സാധാരണഗതിയിൽ അതുകൊണ്ട് തൃപ്തിയായിട്ട് ആ സന്തോഷം ഇനിയൊന്നും വേണ്ട എന്നല്ലേ പറയുക. അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹത്തിന് അറിയാം വെറുതെ ഒരു ജാതി ബ്രാഹ്മണനായിട്ട് കാര്യമില്ല. എന്നിട്ട് ജാതി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ, ജാതി ബ്രാഹ്മണൻ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ഏതോ ഒരു ബ്രാഹ്മണൻ്റെ മകനായി ജനിച്ചു എന്നേ ഉള്ളൂ. വേദം അറിയോ? ഇല്ല. ശാസ്ത്രം അറിയോ? ഇല്ല. മന്ത്രം ഉണ്ടോ? ഇല്ല. കുളിയുണ്ടോ? ഇല്ല. ജപിക്കാൻ അറിയോ? ഇല്ല. നമസ്കാരം ഉണ്ടോ? ഒന്നുമില്ല. എന്തേ ഉള്ളൂ? ഏതോ ഒരു ബ്രാഹ്മണൻ്റെ മകനായിട്ട് ജനിച്ചു, അങ്ങനെയൊന്നും ഇല്ല. അപ്പം ബ്രാഹ്മണനാവുമോ? അങ്ങനെ ഒരു ബ്രാഹ്മണത്വം പറഞ്ഞ് കേമത്തരം കൂട്ടാൻ എനിക്ക് മോഹമില്ല. ബ്രാഹ്മണനാണെങ്കിൽ അതിൽ കേമനാവണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? എന്തെങ്കിലും ഒന്ന് ആവുമ്പം അതിൽ കേമനാവണം. ഡോക്ടറാണെങ്കിൽ ഡോക്ടർമാരുടെ കൂടെ വെറുതെ ഒരു ഡോക്ടറാവരുത്, അതിൻ്റെ കൂട്ടത്തിൽ കേമനാവണം. എൻജിനീയറാണെങ്കിൽ എൻജിനീയറാണ് അത്രേ അങ്ങനെ ആവരുത്, എൻജിനീയറാണ് അങ്ങനെ പറയണം. എന്താ കാരണം? അതിൻ്റെ കൂട്ടത്തിൽ കേമനാവണം. ഈ മാഷാണെങ്കിലോ ആണത്രേ
അങ്ങനെ പറയരുത്. മാഷന്മാരുടെ കൂട്ടത്തിൽ മഹാകേമനാവണം. ഏതിലും പരമാവധി കേമത്തരം നേടുക. എന്ത് പണിക്കും നമ്മൾ പുറപ്പെടുമ്പോൾ ആ ജോലിയിൽ പരമാവധി മഹിമ നേടാൻ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഇപ്പം നല്ലൊരു ആശാരി വെച്ചാൽ അദ്ദേഹത്തിന് കുടുംബത്തിരിക്കാൻ നേരം ഉണ്ടാവുമോ? നല്ല കേമനാശാരി, നാട്ടുകാർക്ക് മുഴുവൻ ആരെ വേണം? അദ്ദേഹത്തിനെ വേണം. 365 ദിവസം അദ്ദേഹത്തിന് നിലത്തിരിക്കാൻ നേരം ഉണ്ടാവില്ല. ഒരു ദിവസം പോലും അവനവൻ്റെ കുടുംബത്തൊരു കാര്യത്തിന് സ്വൈരം കൊടുക്കില്ല ആൾക്കാർ. എന്താ കാരണം? മിട്ടുക്കനാണേ. അദ്ദേഹത്തെ കിട്ടണം എന്ന് എല്ലാവർക്കും മോഹമുണ്ട്. നല്ല കൽപ്പണിക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് കുടുംബത്തിരിക്കാൻ സമയം ഉണ്ടാവുമോ? എന്താ കാരണം? എല്ലാവരും വിളിച്ചുകൊണ്ടുപോകും. നല്ല പറമ്പ് കളിക്കുന്ന ആളാണെങ്കിൽ ഒരു കാലത്ത് അദ്ദേഹത്തിന് നമുക്ക് വിളിച്ചാൽ കിട്ടില്ല. എന്നിട്ട് പറമ്പൊക്കെ കണ്ടില്ലേ പുല്ലും കാടായിട്ട് കിടക്കണോ? എന്താ കാരണം? അദ്ദേഹം തന്നെ വേണേ നമുക്ക്. ആര്? എന്തുകൊണ്ടത്? അപ്പം നമ്മൾ ഏത് ജോലിയാണെങ്കിലും ആ ജോലിയിൽ ഏറ്റവും നല്ല ജാതിയിൽ പ്രവൃത്തി ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് എപ്പോഴും എന്തുണ്ടാവും? ബഹുമാന്യത. ഏത് പ്രവൃത്തി, നമ്മളൊക്കെ നാട്ടിൽ ജീവിക്കാൻ നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല പണിക്കാരെ കിട്ടാൻ എന്താ പാട്? നല്ല യോഗ്യന്മാരെ. മഹർഷി പറഞ്ഞു, എനിക്ക് വെറുതെ ഒരു ബ്രാഹ്മണനായിട്ട് കാര്യം, ബ്രാഹ്മണനാവുക വെച്ചാൽ അതിൽ കേമനാവണം. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു എന്താ വേണ്ടത്? പറഞ്ഞു, എനിക്ക് വേണ്ടത് ബ്രഹ്മണ്യം യതിമേ പ്രാപ്തം ദീർഘമായുസ്തഥൈവ. എനിക്ക് ബ്രഹ്മണ്യം തന്നു, ദീർഘായുസും തന്നു. അങ്ങനെ തന്നാൽ പോരാ, എന്തും കൂടി വേണം. ഓംകാരശ്ച വഷട്കാരോ വേദാശ്ച വരയന്തു മാം. അതാണ് ഓങ്കാരവും വഷട്കാരവും എന്നെ വന്ന് പ്രാപിക്കട്ടെ. ബ്രാഹ്മണന് വേണ്ടതായി ഓങ്കാരം വഷട്കാരം മന്ത്രത്തിൽ ഇതൊക്കെ വേണമല്ലോ. അതൊക്കെ എന്നെ വന്ന് പ്രാപിക്കട്ടെ. മാത്രമല്ല ക്ഷത്രവേദവിദാം ശ്രേഷ്ഠോ ബ്രഹ്മവേദവിദാമപി. ക്ഷത്രിയന്മാരുടെ ശാസ്ത്രാർത്ഥങ്ങളും എനിക്ക് ഇഷ്ടമുണ്ടാവണം, ബ്രാഹ്മണരുടെ ശാസ്ത്രങ്ങളിലും എനിക്ക് നല്ല വിദ്വത്വം ഉണ്ടാവണം. അതുകൊണ്ട് ഇത്രയും പോരാ, ഇനി എന്താ വേണ്ടത് അങ്ങേക്ക്? ആര് ചോദിച്ചു? ബ്രഹ്മാവ് ചോദിച്ചു. പോരാ, എനിക്ക് ഇത്രയും പോരാ, ഇനി എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ഇനി എന്താണെന്നറിയോ? ബ്രഹ്മപുത്രോ വസിഷ്ഠോ മാമേവം വദതു ദേവതാഹ. പോരാ, ബ്രഹ്മപുത്രൻ വസിഷ്ഠൻ എന്നെ ബ്രഹ്മർഷി എന്ന് വിളിക്കണമെന്ന്. ബമ്പോ. സർട്ടിഫിക്കറ്റ് ബ്രഹ്മാവ് കൊടുത്തത് പോരാ, ആ സർട്ടിഫിക്കറ്റ് വസിഷ്ഠർ അറ്റസ്റ്റ് ചെയ്യണമെന്ന്. എന്തിന്? ബ്രഹ്മാവ് കൊടുത്ത സർട്ടിഫിക്കറ്റ് വസിഷ്ഠർ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. എന്തിനാത്? എന്നെ വസിഷ്ഠരെന്ത് വിളിക്കട്ടെ? ബ്രഹ്മർഷി എന്ന് വിളിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, എന്താ കുഴപ്പമില്ലല്ലോ, വിളിക്കണേന് ഇപ്പം എന്താ, എല്ലാവർക്കുള്ള അല്ലേ എങ്ങനെ സർട്ടിഫിക്കറ്റ്? അപ്പോഴാണ് നമ്മുടെ ഈ വസിഷ്ഠർ വന്നിട്ട് പറഞ്ഞു, ബ്രഹ്മർഷിത്വം ന സന്ദേഹ സർവം സമ്പത്സ്യതേ. അങ്ങ് ബ്രഹ്മർഷിയാണ്, സംശയില്ല എന്ന് പറഞ്ഞു. ദേവന്മാരും ഈ വസിഷ്ഠരും അദ്ദേഹത്തെ വിളിച്ചു. സമാധാനമായി. അതോടെ അത്രയും കാലം വസിഷ്ഠരും വിശ്വാമിത്രരും ഇങ്ങനെയായിരുന്നു വെച്ചാൽ ഇപ്പോൾ വസിഷ്ഠരും വിശ്വാമിത്രരും ഇങ്ങനെയാണ്. എങ്ങനെ കണ്ടോ? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ഒരാൾ രാജാവായ കാലത്ത് രജോഗുണപ്രധാനിയും മറ്റേയാൾ ബ്രഹ്മർഷിയായ കാലത്ത് സത്വഗുണപ്രധാനിയായിരുന്നു. ആ കാലത്ത് എന്തുണ്ടായത്? ഷണ്ഠ ഉണ്ടായത്. ഈ മഹർഷിയോട് ഷണ്ഠ കൂടി അദ്ദേഹത്തിൻ്റെ മാതിരി ആവണമെന്ന് മോഹിച്ച് തപസ് ചെയ്ത് ബ്രഹ്മണ്യം വാങ്ങിയപ്പം എന്തുപോയി? ഷണ്ഠ പോയി. സമന്മാർക്കേ സമന്മാരെ അറിയാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. എന്താണ്? സമന്മാർക്ക്. ഇപ്പം അദ്ദേഹം നിലയിലെത്തിയപ്പോൾ ആരെ മനസ്സിലായി? വസിഷ്ഠർ ഇത്ര കേമനല്ലേ, ഞാൻ എന്നാ പശുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ പെട്ട പാട്. ഏത്? ശബള. ആ ശബളയമെന്നാണ് തുടക്കം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? മഹാത്മാക്കളുടെ കൂടെ ഷണ്ഠയ്ക്കാണെങ്കിൽ പോലും നമ്മൾ പുറപ്പെട്ടാൽ കാലക്രമത്തിൽ നമ്മൾ ആരാവും? ഈ വസിഷ്ഠരുടെ കൂടെ തല്ലുകൂടാൻ ഇറങ്ങി പുറപ്പെട്ട വിശ്വാമിത്രര് ഇപ്പം എന്തായി? ബ്രഹ്മർഷിയായില്ലേ? അങ്ങനെ പണ്ട് ഈ ഉപ്പ് കൊണ്ടുണ്ടാക്കിയ ബൊമ്മയില്ലേ, ഉപ്പ് ബൊമ്മ കടലിൻ്റെ ആഴളക്കാൻ പോയി. എത്ര ഉണ്ടായിരുന്നു ആഴം? അടുത്തത് പറയാം എന്ന് പറഞ്ഞ മാതിരിയായില്ലേ? ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മഹിമ അളക്കാൻ പോയതാണ് അപ്പം ആര്? വിശ്വാമിത്രർ. ഇപ്പം എന്തായിട്ട് തീർന്നു? രണ്ടാളും ഒരേ മഹിമയിലെത്തി എന്നവർ. അങ്ങനെയാണ് വിശ്വാമിത്രർ. നോക്കൂ, ഏഷ രാമ മുനിശ്രേഷ്ഠ ഏഷ വിഗ്രഹവാംസ്തവ. കുട്ടിയെ രാമ, ആ മഹാത്മാവാണ് ഈ മഹാത്മാവ്. ഏത്? ഞാൻ ഇപ്പം അത്രയും നേരം പറഞ്ഞില്ലേ കുട്ടിയെ, അജാതി മഹിമയുള്ള ആളാണ് ഇപ്പം അത് അവിടെ. അപ്പോൾ വിശ്വാമിത്രരാണെങ്കിൽ ആ കസേരയിൽ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുകയാണേ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ മഹിമകൾ പറഞ്ഞു. മഹിമയെല്ലാം മേനകയുടെ കഥയൊക്കെ അത്ര രസമല്ല, അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പറയാറുന്നു. ഇല്ല, മഹർഷിമാർക്ക് അങ്ങനെ ഒന്നുമില്ല. അവരവർക്കുണ്ടായ നന്മയും പറയും, അവർക്കുണ്ടായ ദുരിതവും പറയും. എന്തിനാശുണ്ടോ? നന്മ പറയണത് അജനങ്ങളെ ആ വഴി കൂടി പോയിക്കോളും, നിങ്ങൾക്കും അതുണ്ടാവും. ദുരിതം പറയുന്നത് അജനങ്ങളെ അജാതി വഴിക്കൊന്നും പോണ്ടിട്ട് മക്കളെ, ഞാൻ ചെന്ന് വീണതാണേ എന്ന് പറയുക.
ഒഴിവാക്കിക്കോളൂന്ന് കണ്ടോ. സ്വാനുഭവത്തിൻ്റെ നന്മയും സ്വാനുഭവത്തിൻ്റെ ദുരിതം പറഞ്ഞു കൊടുത്ത് വെളിച്ചം കാണിക്കണവരെയാണ് ഋഷി എന്ന് പറയുക. അങ്ങനെ ഒരു മഹാനാണ് ആര്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഈ വസിഷ്ഠരുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ അതാ വർത്തമാനം പറഞ്ഞ, അല്ലെങ്കിൽ ഈ സദാനന്ദൻ്റെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത്, അന്ന് വസിഷ്ഠർ വന്ന് ബ്രഹ്മർഷിയെന്ന് വിളിച്ച ബ്രഹ്മാവ് വന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ മഹാത്മാവ് ഈ നിലയിലെത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. പണിയെടുത്തിട്ട് കഠിനമായി അധ്വാനിച്ചിട്ടാണ്, വെറുതെ അല്ല എന്നാണ്. അപ്പം അതുകൊണ്ട് കഠിനമായി പ്രയത്നിച്ചാൽ എത്തിപ്പെടാൻ സാധിക്കാത്തതായ ഒരു സംഗതിയും ലോകത്തിലില്ല. നമ്മൾ പറയും ഉണ്ടെന്ന്. കാരണം എന്താണെന്നറിയാം, നമ്മൾ മടിയന്മാരായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മടി? നമ്മുടെ മടി കാരണം നമ്മൾ ഇങ്ങനെ ആവണത്. അതിനെയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു പറഞ്ഞ ഉത്സാഹത്തിൽ പുറപ്പെട്ടു നേരി ആ മഹർഷിയാണ് ഉന്നേ രാമ ഇവിടെ ഇരിക്കുന്നത്. അപ്പം രാമ ഇങ്ങനെ നോക്കുക, അല്ലാത്ത ജാതി ഇദ്ദേഹത്തിന് കൈമ തൂങ്ങിയിട്ടാണ് പോകുന്നതേ. എങ്ങനെയുള്ള ആളല്ലേ പേടിയാവണത്. ആരെ എന്തൊരു വലിയ, നമ്മൾ അറിയാണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂങ്ങി പോകുന്ന ആ കൂടെ കിടന്ന് ഉറങ്ങി വർത്തമാനം പറഞ്ഞ് കുളിച്ച് ജപിച്ച് ചിരിച്ച് കഥയൊക്കെ പറഞ്ഞ് എന്തായാലും അതെന്താ ഗുരുനാഥ ഇതെന്താന്നൊക്കെ പമ്പമ്പൂ വല്ലാത്തൊരു. ഇപ്പോൾ ഒരു നമസ്കാരം കണ്ട് നമസ്കരിച്ച് അതൊരു നമസ്കാരം ഇരിക്കുക. ആരുടെ വക? ശ്രീരാമൻ്റെ വകയെ. ശരിയല്ലേ ഇത്? ആ ജാതി ഗുരുനാഥനാണ് ഈ ഗുരുനാഥൻ. മനസ്സിലാക്കി വെച്ചോളൂ. ശതാനന്ദനാണ് ആ ഗുരുനാഥൻ്റെ മഹത്വം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് രാമന് പറഞ്ഞു കൊടുത്തു. ഇപ്പം രാമന് ബോധ്യമായി എന്നാ പറയുക. ഇതാണ് കഥ. അപ്പോൾ വസിഷ്ഠരുടെ അല്ലേ, ആ വിശ്വാമിത്രരുടെ വസിഷ്ഠരുടെയും ഷണ്ഠ തീർന്ന് യോഗ്യന്മാരായ കഥ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ജനക മഹാരാജാവ് ഇവരെ സൽക്കരിക്കണേ. ഭാഗം സീതാസ്വയംവരത്തിലേക്കുള്ള പുറപ്പാട് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറയപ്പോഴേക്ക് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് മുമ്പിലേക്ക് വന്നിരിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.